ഞാൻ തുടക്കത്തിൽ വരുന്നത് എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടാണ്. ഇന്ന ഗുരുവിന്റെ അടുത്ത് പോവുക, നല്ലൊരു തുടക്കമായിരിക്കും, നല്ല നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങേരുടെ അടുത്ത് വരുന്നത്. പക്ഷെ എന്നെ പോലെ തുടക്കക്കാരായി എനിക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ നേരായ വഴി ആവണമെന്നില്ല. അപ്പൊ എന്നെ പോലുള്ളവർ ഇപ്പൊ തുടക്കക്കാര് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ, യൂട്യൂബ് വീഡിയോ കണ്ട് വളരെ വലിയ മാർക്കറ്റിംഗ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിൽ പോണോന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ തെറ്റിലേക്ക് പോകുന്നവരുണ്ട്. ശരിയായ രീതിയിലല്ലാതെ അല്പജ്ഞാനമായിട്ടോ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാ നമുക്ക് ആ ഒരു നേരായ പാതയിലോട്ട് പോകണം? ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതുപോലെ മാർക്കറ്റിംഗ് നടത്തി ആ തെറ്റിലേക്കാണ്. അതെ അതെ. ഇപ്പൊ പലരും പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകള് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഗുരുജി എൻ്റെ ഇന്ന ഒരു ചക്രം ബ്ലോക്കാണ്, അതുകൊണ്ട് ആ ചക്രം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചക്രങ്ങളെ പറ്റിയുള്ള ഒരു ആഴത്തിലുള്ള ഒരു നോളജ് ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയും നിന്റെ ആജ്ഞ പിന്നെ ബ്ലോക്കാണ്, അല്ലെ നിന്റെ സഹസ്രാരം ബ്ലോക്കാണ്, അല്ലെ നിന്റെ അനാഹതം ബ്ലോക്കാണ്, അല്ലെ നിന്റെ സ്വാധിഷ്ഠാനം ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മള് ഇപ്പം ഞാൻ തുടക്കത്തിൽ വരുന്നത് എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടാണ്. ഇന്ന ഗുരുവിന്റെ അടുത്ത് പോവുക, നല്ലൊരു തുടക്കമായിരിക്കും, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങേരുടെ അടുത്ത് വരുന്നത്. പക്ഷെ എന്നെ പോലെ തുടക്കക്കാരായി എനിക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടും. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ നേരായ വഴി ആവണമെന്നില്ല. അപ്പൊ എന്നെ പോലുള്ളവർ ഇപ്പൊ തുടക്കക്കാര് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ, യൂട്യൂബ് വീഡിയോ കണ്ട് വളരെ വലിയ മാർക്കറ്റിംഗ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിൽ പോണോന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ തെറ്റിലേക്ക് പോകുന്നവരുണ്ട്. ശരിയായ രീതിയിലല്ലാതെ അല്പജ്ഞാനമായിട്ടോ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയാ നമുക്ക് ആ ഒരു നേരായ പാതയിലോട്ട് പോകണം? ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മാർഗം എന്ന് പറയുന്നത്. അതെ. അപ്പം പക്ഷെ അതിന് ഇന്നിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള പല രീതിയിലുള്ള മാർക്കറ്റിംഗുകൾ ടൂൾസ് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ഗുരുവിനെ ഒരാൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഗുരു ഒരു ശിഷ്യനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിന്റെ എനർജിയും ശിഷ്യന്റെ എനർജിയും പരസ്പരം പരീക്ഷിക്കപ്പെട്ടിട്ടാണ് അവര് അതിലേക്ക് എത്തുന്നത്. ശരിക്കും ഗുരുവിനെ ശിഷ്യനും, ശിഷ്യൻ ഗുരുവിനെയും പരീക്ഷിക്കണമെന്നാണ്. അപ്പം അങ്ങനെ പരീക്ഷിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഒരു ഗുരുവായിട്ട് ഒരാളെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഗുരു ഒരാളെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പം ഞാനിപ്പം നമ്മുടെ ഒരു ആള് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. പക്ഷേങ്കിൽ അവർ ശിഷ്യനായിട്ട് ഞാൻ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എനർജി എനിക്ക് മാച്ചായിട്ട് തോന്നണം. ആ ഒരു വൈബ്രേഷൻ വരണം. ആ ഒരു വൈബ്രേഷനിലേക്ക് നമ്മൾക്ക് എത്തുന്ന ആളുകളെ നമ്മൾ ശിഷ്യനായിട്ട് സ്വീകരിക്കുള്ളൂ. അവർക്കാണ് നമ്മൾ ദീക്ഷയൊക്കെ കൊടുക്കുന്നത്. അപ്പം അല്ലാതെ ഇപ്പം വരുന്ന ആളുകൾക്ക് തന്നെ ഗുരുവിന് മനസ്സിലാകുന്നോ അതോ ഗ്രാജുവലി അത് കണക്ഷൻ ആവുമ്പോഴാണോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് കടന്നു വരുമ്പം തന്നെ ഒരു വ്യക്തിയുടെ എനർജി അവരുടെ ഓറ നമുക്ക് മനസ്സിലാവും. ആ ഓറയിൽ ഏത് കളറാണുള്ളത്. അപ്പം ഓരോ ചക്രത്തിനും ഓരോ കളറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മൂലാധാരത്തിന് റെഡ് ആണ് അതിന്റെ കളർ എന്ന് പറയുന്നത്, സ്വാധിഷ്ഠാനത്തിൽ ഓറഞ്ച് ആണ്, മണിപൂരത്തില് യെല്ലോ ആണ്. ഇപ്പം നമ്മളിലേക്ക് വരുന്ന ഒരാളുടെ ഓറയിൽ ഇത് ഏത് കളറാണ് അവരുടെ ഓറയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കിക്കഴിയുമ്പോൾ അവർ ഏത് ചക്രത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ചിലർ ഞാൻ പറഞ്ഞു, ചിലർ പറഞ്ഞുകൊണ്ട് വരും എൻ്റെ പിന്നെ ബാക്കിയെല്ലാ ചക്രങ്ങളും റെഡിയാണ്, എൻ്റെ വിശുദ്ധി മാത്രം പ്രശ്നമാണ്. പക്ഷെ അവർ ഓറ ചക്രിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായോ അവർ ചിലപ്പോൾ മൂലാധാരത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരോട് പിന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കും, ഇതിന്റെ ഓരോന്നിനും പ്രാധാന്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരുടെ ലൈഫുമായിട്ട് നമ്മൾ അതിനെ കൂട്ടിയിണക്കും. ഇപ്പം അവരുടെ ലൈഫിൽ അവരനുഭവിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്. ഇപ്പം മൂലാധാരത്തിൽ നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നെ ചലഞ്ചസ്. അപ്പം അത് ആണ് അവർ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് നമ്മൾ ബോധ്യമാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം തൊട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പണ്ട് ആളുകൾ പറയല്ലേ, എന്നാ പറയുന്നത്, പിന്നെ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അവരുടെ ഒരു ലൈഫിനെ പറ്റി പഠിച്ച്, അവരുടെ എനർജി സെന്ററുകളെ പറ്റി പഠിച്ച്, അല്ലെങ്കിൽ അവരുടെ എനർജി ഫീൽഡിനെ പറ്റി പഠിച്ച്, അവരുടെ ആ ഒരു ഓറയിൽ ഏതാണോ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്ന ശക്തമായിട്ടുള്ള ആ ഒരു ഏത് ചക്രമാണോ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നത് അവിടെ തുടങ്ങി അവരെ പറ്റി പഠിച്ച് അവരെ കൊണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടും അത് പഠിപ്പിച്ച് അവിടെ നിന്നാണ് നമ്മൾ അവരെ ഓരോ ചക്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിപ്പം നമ്മളിപ്പോൾ ഒരു ദിവസത്തെ ഒരു വൺ ഡേ ക്ലാസ്സിന് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മളിലേക്ക് കൂടുതൽ ഇപ്പം കുണ്ടലിനി മെഡിറ്റേഷൻ പ്രോഗ്രാം പോലെയുള്ള നമ്മുടെ ഇന്നർ ആൽക്കമി പോലെയുള്ള പ്രോഗ്രാമിൽ
വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ 1 by 1 ആയിട്ട് ഈ പറഞ്ഞ ഓരോ ചക്രങ്ങളുടെയും ആ ഒരു കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ സ്വയമായിട്ട് ആ ഒരു സെൽഫ് സ്റ്റഡി നടത്തിയിട്ട് അപ്പോൾ അവർ ഏത് ചക്രത്തിലാണ് നിൽക്കുന്നതെന്ന് അവർക്കും മനസ്സിലാവും. അത് അവിടെ തൊട്ട് പിന്നെ അവർ വർക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഓരോ ചക്രങ്ങളെയും പ്രദർശനമാക്കാനായിട്ടുള്ള ധ്യാന മാർഗ്ഗങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള യോഗ മാർഗ്ഗങ്ങളുണ്ട്, യോഗാസനങ്ങളുണ്ട്, പ്രാണായാമങ്ങളുണ്ട്, അങ്ങനെ പല ക്രിയകളുണ്ട്. എന്ത് തന്നെയായാലും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഇങ്ങനെയുള്ള സാധന മാർഗത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു സാധകന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ പ്രാക്ടീസുകൾ എത്രമാത്രം കൃത്യമായിട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഓരോ ചക്രങ്ങളിലേക്ക് നമ്മൾ പോകാന്ന് പറഞ്ഞാൽ ഈ ചക്രങ്ങൾ നമ്മൾ ഈ രീതിയിൽ പറയുമ്പോഴും നമ്മൾ ചക്രങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഓരോ ഡയമെൻഷനാണ്. ഇപ്പം താഴത്തെ 3 ചക്രങ്ങൾ മാനുഷികമായ ചക്രങ്ങൾ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാകുന്നത് 3 ഡയമെൻഷനെയാണ് അല്ലേ. നമ്മൾ ശരിക്കും ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 4 ഡയമെൻഷനാണ് ഉള്ളത്. അതായത് 3 ഡയമെൻഷനാണ് അവന് മനസ്സിലാകുന്നത്. 4ാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഡയമെൻഷൻ പൊസിഷനായിട്ട് നമ്മൾ കാണുന്ന ടൈമിനെയാണ്. അപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീളം, വീതി, ഉയരം, ഈ 3 ഡയമെൻഷനെയാണ് നമ്മൾ നോർമലി അറിയുന്നത്. അപ്പോൾ ആ 3 ഡയമെൻഷനെയാണ് നമ്മൾ ആദ്യത്തെ 3 ചക്രത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ 4ാമത്തെ ചക്രമാണ് ശരിക്കും ടൈം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ അൺകണ്ടീഷണൽ ലവ് ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നത്. അവിടെ കണ്ടീഷൻ ഇല്ല. അവിടെ ഈ പറഞ്ഞ ഫ്യൂച്ചറും പ്രസന്റും പാസ്റ്റും ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ആ അൺകണ്ടീഷണൽ ആവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡയമെൻഷൻ ബേസിൽ അതിനെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ വ്യക്തികളിലും ഏത് ഡയമെൻഷനാണ് നിൽക്കുന്നതെന്നും അവരിൽ ഏതൊക്കെ ചക്രങ്ങളുടെ പ്രഭാവം ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ 3 ചക്രയും ഇപ്പൊ സാമ്പത്തികമായിട്ട് മെയിനായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം സാമ്പത്തികം. ഈ 3 ചക്രാസിനെയും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന്. Yasha Living, synchronizing the art, tactics and spirituality.